ആമേഴഞ്ചാൻ തോട്ടിൽ അകപ്പെട്ട മരണമടഞ്ഞ ജോയിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വീട്ടിലെത്തി ഉപചാരം അർപ്പിച്ച് മേയറും MLAയും. മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെ തകരപ്പറമ്പിലെ കനാലിൽ നിന്ന്. കുടുംബത്തിന് സഹായം ഉറപ്പു നൽകി മേയറും MLAയും. കേരളം സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത രക്ഷാദൌത്യത്തിന്. ജോയിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. സർക്കാരിൽ നിന്ന് 4 ഉറപ്പുകൾ ലഭിച്ചതായി ജോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകും. സഹോദരന്റെ മകന് താൽക്കാലിക ജോലി. അമ്മയ്ക്ക് വീടും വഴിയും. റെയിൽവേയിൽ നിന്ന് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ നടപടി. അമ്മ മെൽഹിയുടെയും കുടുംബത്തിന്റെയും തുടർ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് ജനപ്രതിനിധികൾ ഉറപ്പ് നൽകിയതായും ബന്ധുക്കൾ. ആമേഴഞ്ചാൻ മാലിന്യ പ്രശ്നത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. റെയിൽവേയോട് വിശദീകരണം തേടി. സ്വീകരിച്ച നടപടികളുടെ രേഖകൾ ഹാജരാക്കാനും സത്യവാങ്മൂലം നൽകാനും നഗരസഭയ്ക്കും റെയിൽവേക്കും നിർദ്ദേശം. മാലിന്യം നീക്കാൻ അടിയന്തര നടപടി വേണമെന്ന് കോടതി. പഴിചാരാനുള്ള സമയമല്ലെന്നും ശുചീകരണ പദ്ധതി കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നും നിർദ്ദേശം. ജോയിയുടെ മരണത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം. ഉത്തരവാദികൾ സർക്കാരും നഗരസഭയും റെയിൽവേയുമെന്ന് KPCC അധ്യക്ഷൻ. കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും സുധാകരൻ. കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള പ്രശ്നം സർക്കാർ തീർപ്പാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജോയിയുടെ മാതാവിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി CK ഹരീന്ദ്രൻ MLA. ജോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ സർക്കാരും നഗരസഭയും റെയിൽവേയുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. നഗരസഭയും റെയിൽവേയും പരസ്പരം ചെളിവാരി എറിയുന്നത് ഹീനവും അപമാനകരവും. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരും റെയിൽവേയും തയ്യാറാകണമെന്നും സുധാകരൻ. ദുരന്തമുഖത്തും രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രതിപക്ഷം ശ്രമം നടക്കുന്നുവെന്ന് മന്ത്രി MP രാജേഷ്. പ്രതിപക്ഷ നേതാവ് കാത്തിരിക്കാനുള്ള ക്ഷമ കാണിക്കണമായിരുന്നെന്നും ആരെയും പഴിചാരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മന്ത്രി. ദുരന്തമുണ്ടാകുമ്പോൾ രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ട് ചാടി വീഴുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതാണോ എന്ന് ചിന്തിക്കണമെന്നും പ്രതിപക്ഷത്തോട് മന്ത്രി. ദൗത്യത്തിന്റെ ഭാഗമായവരെ മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. റെയിൽവേക്കെതിരെ ആഞ്ഞടിച്ച് മന്ത്രി MP രാജേഷ്. റെയിൽവേ വേസ്റ്റ് ജനറേറ്ററായി മാറിയെന്ന വിമർശനം. ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും മാലിന്യ നിർമ്മാർജ്ജനത്തിന് റെയിൽവേ തയ്യാറായില്ല. യോഗങ്ങളിലോ നോട്ടീസിലോ പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത റെയിൽവേ പഴിചാരാൻ മാത്രം ശ്രമിക്കുന്നുവെന്നും മന്ത്രി MP രാജേഷ്. ജോയിയുടെ കുടുംബത്തിനുള്ള സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം ബുധനാഴ്ച മന്ത്രിസഭ തീരുമാനിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്ക്. ജോയിയുടെ കുടുംബത്തിന് പരമാവധി നഷ്ടപരിഹാരം ഇന്ത്യൻ റെയിൽവേ ഉറപ്പാക്കണം. ആമേഴഞ്ചാൻ തോട്ടിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ റെയിൽവേ അനുവദിക്കാറില്ലെന്നും മന്ത്രി. മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രമാണെന്നും മന്ത്രി ശിവൻകുട്ടി. ജോയിയുടെ മാതാവിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി പാറശാല MLA CK ഹരീന്ദ്രൻ. മാതാവ് കഴിഞ്ഞത് ജോയിയുടെ ഏക വരുമാനത്തിൽ. റെയിൽവേയിൽ നിന്ന് ജോയിയുടെ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നും ആവശ്യം. ആലപ്പുഴ ജില്ലയിൽ അടുത്ത മാർച്ച് 25 വരെ താറാവ് കോഴി വളർത്തലിന് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി J ചിഞ്ചുറാണി. പുതിയ പക്ഷി കുഞ്ഞുങ്ങളെ വളർത്തുന്നത് നിരോധിച്ചു. ആലപ്പുഴ ജില്ലയിൽ കൂടി കടന്നുപോകുന്ന ദേശീയ സംസ്ഥാന പാതകളിലെ ഇറച്ചിക്കോഴി കടത്ത് നിരോധിച്ചതായും മന്ത്രി. കർഷകരെ സഹായിക്കാൻ പക്ഷിപ്പനി ജീവനോപാധി പാക്കേജ് അനുവദിക്കണമെന്ന് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി രജീവ് രഞ്ജൻ സിംഗിനെ കണ്ട് നിവേദനം നൽകിയെന്നും മന്ത്രി. കാസർഗോഡ് ബേക്കലിൽ 11-കാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. മദ്രസയിലേക്ക് പോയ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി സമീപത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. വൈദ്യപരിശോധനയിൽ പീഡനം നടന്നതായി കണ്ടെത്തൽ. അന്വേഷണം ആരംഭിച്ച് ബേക്കൽ പോലീസ്.
കുടുങ്ങിക്കിടന്നത് 1.5 ദിവസം. കുടുങ്ങിയത് ഓർത്തോ OPയിൽ വന്ന തിരുവനന്തപുരം സ്വദേശിയായ രവീന്ദ്രൻ. ശനിയാഴ്ച 11 മണിക്ക് കുടുങ്ങിയ രവീന്ദ്രൻ പുറത്തിറങ്ങിയത് ഇന്ന് രാവിലെ. സംഭവത്തിൽ മെഡിക്കൽ കോളേജിലെ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ മഴ മുന്നറിയിപ്പുള്ളത് പത്തനംതിട്ടയിൽ മാത്രം. ഇടുക്കി കല്ലാർകുട്ടി ഡാം തുറന്നു. കോതമംഗലം മണികണ്ഠൻ ഷാൽ ചപ്പാത്ത് മുങ്ങി. ഇടുക്കിയിലേക്കുള്ള രാത്രി യാത്രയ്ക്കും നിരോധനം. ഇടുക്കിയിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ ഗതാഗത നിയന്ത്രണം. ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ. കേരള തീരത്ത് അതിജാഗ്രതാ നിർദ്ദേശം. മത്സ്യബന്ധനത്തിനും വിലക്ക്. പന്തളത്ത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പന്തളത്ത് യക്ഷിവിളക്കാവിന് സമീപം കാറ്റിൽ 10ഓളം പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. നിരവധി മരങ്ങളും കടപുഴകി. അരയാഞ്ഞിലി, മണ്ണ്, കോസുവേയും മുങ്ങി. കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. വിവിധ ഇടങ്ങളിൽ മഴക്കെടുതികളിൽ വൻ നാശനഷ്ടം. പയ്യന്നൂരിൽ വീട് തകർന്നു വീണു. കൂത്തുപറമ്പ് മാനന്തവാടി റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തലശ്ശേരി താലൂക്കിലെ വിവിധ ഇടങ്ങളിലും കനത്ത മഴ നാശം വിതച്ചു. പഴയങ്ങാടി മേഖലയിലും നാശനഷ്ടങ്ങൾ. കണ്ണൂർ നഗരത്തിലും ഇരിട്ടി, ചെറുപുഴ, ഇരിക്കൂർ മേഖലകളിലും രാത്രി തുടങ്ങിയ മഴ തുടരുകയാണ്. ശക്തമായ മഴയിലും കാറ്റിലും കോട്ടയത്ത് വിവിധ ഇടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടം. മരങ്ങൾ കടപുഴകി നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. റോഡിൽ വൻ ഗതാഗത കുരുക്കും. പ്രവിത്താനത്ത് കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും നാശനഷ്ടം. വൈദ്യുതി ബന്ധവും നിലച്ചു. പാലാ ഐൻകൊമ്പ് മേഖലയിൽ വ്യാപകമായ നാശനഷ്ടം. കൊച്ചിയിലെ കനത്ത മഴയിൽ റോഡ് ഇടിഞ്ഞു. തകർന്നത് ചെമ്പുമുക്കിൽ നിന്നും അട്ടിപ്പേറ്റി നഗറിലേക്ക് പോകുന്ന റോഡ്. 5 അടിയോളം താഴ്ചയിലേക്കാണ് റോഡ് ഇടിഞ്ഞത്. കൊച്ചി നഗരസഭ റോഡ് നവീകരിച്ചത് 35 ലക്ഷം രൂപ മുടക്കി 2 മാസങ്ങൾക്ക് മുൻപ്. ശുചീകരണത്തിനിടെ തോടിന്റെ ഒരു ഭാഗത്ത് നിന്ന് വെള്ളം ചോർന്ന് റോഡിലേക്കിറങ്ങി ഇടിയുകയായിരുന്നു എന്നാണ് വാർഡ് കൗൺസിലർ പറയുന്നത്. റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നും നാട്ടുകാർ. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസന്വേഷണത്തിന് പ്രത്യേക സംഘം. 15 അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത് താമരശ്ശേരി ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിൽ. തട്ടിക്കൊണ്ടുപോയത് മൂഴിക്കലിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന പറമ്പിൽ ബസാർ സ്വദേശി ഒടിപ്പുനത്ത് ഹർഷദിന്റെ മൊബൈൽ ലൊക്കേഷൻ അവസാനമായി ലൊക്കേറ്റ് ചെയ്തത് മലപ്പുറത്ത്. കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പോലീസുകാരനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് AR ക്യാമ്പിലെ മെസ് ഡ്രൈവർ സന്തോഷ് കുമാർ. പമ്പ് ജീവനക്കാരനെ ആക്രമിച്ചത് ഇന്ധനം നിറച്ച് പണം നൽകാതെ പോയത് തടഞ്ഞപ്പോൾ. കൊച്ചിയിൽ നിലം നികത്തി ഭൂമാഫിയ സംഘം. 1.5 ഏക്കറോളം നിലം നികത്തിയത് പനങ്ങാട് ഭാഗത്ത്. ഭൂമാഫിയ ഇടപെടൽ. വില്ലേജ് ഓഫീസറുടെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് കണ്ണടച്ച അധികൃതർ. ഇടുക്കി, തിരുവനന്തപുരം, കോട്ടയം ജില്ലാ കളക്ടർമാർക്ക് മാറ്റം. ഇടുക്കി ജില്ലാ കളക്ടറായിരുന്ന ഷീബ ജോർജിനെ റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമിച്ചു. നിലവിലെ കോട്ടയം ജില്ലാ കളക്ടറായ V വിഘ്നേശ്വരി ഇനി ഇടുക്കി കളക്ടറാവും. തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജിനെ പിന്നാക്ക വികസന വകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. IT മിഷൻ ഡയറക്ടറായ അനുകുമാരി തിരുവനന്തപുരം ജില്ലാ കളക്ടറാവും. പിന്നാക്ക വികസന വകുപ്പ് ഡയറക്ടറായ ജോൺ V സാമുവൽ കോട്ടയം കളക്ടറാവും. കോപ്പ അമേരിക്കയിൽ അർജന്റീന ചാമ്പ്യന്മാർ. ഫൈനലിൽ കൊളംബിയയെ എതിരില്ലാത്ത 1 ഗോളിനാണ് അർജന്റീന തോൽപ്പിച്ചത്. 112-ാം മിനിറ്റിൽ ലൗറ്റാരോ മാർട്ടിനസ് ആണ് വിജയ ഗോൾ നേടിയത്. അർജന്റീനയുടെ 16-ാം കോപ്പ അമേരിക്ക കിരീടമാണിത്. കിരീട നേട്ടത്തിൽ മെസ്സി 1-ാം സ്ഥാനത്ത്. കരിയറിൽ ക്ലബിനും രാജ്യത്തിനുമായി നേടിയത് 45 ട്രോഫികൾ. ബ്രസീലിയൻ താരം ഡാനി ആൽവേസിന്റെ റെക്കോർഡാണ് മെസ്സി മറികടന്നത്.
പറഞ്ഞ് ഏഞ്ചൽ ഡിമറിയ. ഇപ്പോൾ വിരമിക്കാൻ ആഗ്രഹമില്ലെങ്കിലും ഇതാണ് ഉചിതമായ സമയമെന്ന് താരം. അർജന്റീനയ്ക്കായി ഡിമറിയ കളിച്ചത് 144 മത്സരങ്ങൾ. കോപ്പ അമേരിക്കയിൽ മികച്ച താരമായി കൊളംബിയൻ നായകൻ ഹാമിഷ് റോഡ്രിഗസ്. 6 അസിസ്റ്റന്റുമായി റെക്കോർഡ് 5 ഗോൾ നേടി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി ലൗറ്റാരോ മാർട്ടിനസ്. ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ എമിലിയാനോ മാർട്ടിനസിന്. യൂറോ കപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 1-2 ഗോളിന് തകർത്താണ് സ്പെയിൻ കിരീടം നേടിയത്. സ്പെയിനിന്റെ 4ാം യൂറോ കപ്പ് കിരീടമാണിത്. യൂറോ ഫൈനലിൽ ഇംഗ്ലണ്ട് തുടർച്ചയായ 2ാം തവണയാണ് തോൽക്കുന്നത്. യൂറോ കപ്പിന്റെ താരമായി സ്പാനിഷ് താരം റോഡ്രി. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി 17-കാരൻ ലാമിൻ യമാൽ. മികച്ച ഗോൾ കീപ്പറായി ഫ്രഞ്ച് താരം മിക് മൈനാൻ. യൂറോ കപ്പ് കിരീടത്തോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച് സ്പാനിഷ് താരം ജീസസ് നവാസ്. യൂറോ കപ്പ് ജീസസിന്റെ 3ാം അന്താരാഷ്ട്ര കിരീടം. 2010 ലോകകപ്പും 2012 യൂറോ കപ്പും നടക്കുമ്പോഴും ജീസസ് ടീമിൽ അംഗമായിരുന്നു. 38-കാരനായ താരം സ്പെയിനിനായി കളിച്ചത് 58 മത്സരങ്ങൾ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഡേവിഡ് വാർണറെ പരിഗണിക്കില്ലെന്ന് ഓസ്ട്രേലിയൻ ചീഫ് സെലക്ടർ ജോർജ് ബെയ്ലി. വാർണർ വിരമിച്ച താരമാണെന്നാണ് അറിവെന്ന് ബെയ്ലിയുടെ പരാമർശം. ടൂർണമെന്റിൽ പരിഗണിച്ചാൽ കളിക്കുമെന്ന് വാർണർ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന്റെ UK പര്യടനത്തിൽ മിച്ചൽ മാർഷ് ക്യാപ്റ്റൻ. പാറ്റ് കമ്മിൻസിന് വിശ്രമം. ഇംഗ്ലണ്ടുമായി 5 ഏകദിനങ്ങളും 3 2020യും കളിക്കും. സ്കോട്ട്ലൻഡുമായി കളിക്കുക 3 2020 മത്സരങ്ങൾ. വിരമിച്ച ഡേവിഡ് വാർണറിന് പകരം ഓപ്പണറായി ഫ്രേസർ മഗ്ഗർഗ് ടീമിൽ. തൃശൂർ മേയർ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച CPI. മേയറുടെ രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറിയെ അറിയിച്ച CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. LDF ജില്ലാ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ മേയർക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്നും CPI. അദാനി ഹിൻഡൻബർഗ് കേസ് പുനഃപരിശോധനാ ഹർജി തള്ളി സുപ്രീം കോടതി. കോടതി ഹർജി തള്ളിയത് മുൻ ഉത്തരവിൽ പിഴവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ഹർജി നൽകിയത് കേസ് അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാത്ത സുപ്രീം കോടതി ഉത്തരവിനെതിരെ. സെബിയിൽ നിന്ന് അന്വേഷണം CBIക്കോ പ്രത്യേക അന്വേഷണ സംഘത്തിനോ നൽകണമെന്നായിരുന്നു ആവശ്യം. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ 2 പ്രതികളുടെ അപ്പീലിൽ സുപ്രീം കോടതി പ്രോസിക്യൂഷന് നോട്ടീസ് അയച്ചു. പ്രതികളായ KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ് എന്നിവരുടെ അപ്പീലിലാണ് നോട്ടീസ്. പ്രോസിക്യൂഷൻ ഓഗസ്റ്റ് 27-നകം മറുപടി നൽകണം. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന് തിരിച്ചടി. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ CBI കേസ് റദ്ദാക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. 2013 മുതൽ 2018 വരെ ശിവകുമാറും കുടുംബാംഗങ്ങളും 74.93 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് കേസ്. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട പരാതിയിൽ SFIO നടത്തുന്ന അന്വേഷണത്തിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി ഓഗസ്റ്റ് 27-ന് പരിഗണിക്കാൻ മാറ്റി. ഹർജി നൽകിയത് കേരള വ്യവസായ വികസന കോർപ്പറേഷൻ. SFIO അന്വേഷണം KSIDCയിലേക്കും വ്യാപിപ്പിക്കുന്നത് ചോദ്യം ചെയ്താണ് ഹർജി. ഹർജി മാറ്റിയത് മറുപടി സത്യവാങ്മൂലം നൽകാൻ SFIO സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന്.
മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നത് ജനാധിപത്യത്തിന്റെ അന്ത്യമാകുമെന്ന് ഹൈക്കോടതി. എന്നാൽ വാർത്തകളിലെ ചെറിയ പിഴവ് പോലും സ്വകാര്യതയെയും ഭരണഘടനാ അവകാശങ്ങളെയും ബാധിക്കുമെന്നും മാധ്യമപ്രവർത്തകർ അതീവ ജാഗ്രത പുലർത്തണമെന്നും കോടതി. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ പരാമർശം ജയിലിൽ കയറി തടവുകാരന്റെ മൊഴി റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചെന്ന 2 മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് റദ്ദാക്കവേ. കാസർഗോഡ് അമ്മായിയമ്മയെ കൊലപ്പെടുത്തിയ മരുമകൾക്ക് ജീവപര്യന്തം. കുളത്തൂർ സ്വദേശി അമ്മാളു അമ്മ കൊല്ലപ്പെട്ടത് 2014. 1-ാം പ്രതിയും മകന്റെ ഭാര്യയുമായ അംബികയ്ക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ച് അഡീഷണൽ ജില്ലാ കോടതി. കൊലപാതകത്തിൽ കലാശിച്ചത് സ്വത്ത് തർക്കം. രാജധാനി ട്രെയിനിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് മന്ത്രി വി. അബ്ദുറഹ്മാൻ. രാജധാനി ട്രെയിനിൽ ഡൽഹിയിലേക്കും ഉത്തരേന്ത്യൻ നഗരങ്ങളിലേക്കുമുള്ള യാത്രക്കാരിൽ വലിയ ശതമാനവും മലപ്പുറത്ത് നിന്നുള്ളവർ. ഇക്കാര്യത്തിൽ അനുഭാവപൂർണമായ തീരുമാനമെടുക്കുവാൻ റെയിൽവേ തയ്യാറാകണമെന്നും മന്ത്രി. തിരൂരങ്ങാടിയിലെ വ്യാജ RC നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി. പ്രതിഷേധം 3 പേരെ അറസ്റ്റ് ചെയ്ത് RTO ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ ശ്രമമെന്ന ആരോപണത്തിൽ. കേസ് ഉദ്യോഗസ്ഥരിലേക്ക് എത്താതിരിക്കാൻ മന്ത്രി ശ്രമിക്കുന്നു. കേസ് അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്നും ജില്ലാ സെക്രട്ടറി ഷരീഫ് വടക്കയിൽ. രാജ്യത്തെ കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള CUET UG പരീക്ഷാ തീയതി പ്രഖ്യാപിച്ച് NTA. പരീക്ഷ ജൂലൈ 19 നടക്കും. ഓൺലൈനായി പരീക്ഷ നടത്തുമെന്ന് NTA. വയനാട് പനമരം പുഞ്ചവയലിൽ കാട്ടാനക്കൂട്ടം. സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ തമ്പടിച്ച ആനയെ തുരത്താനുള്ള നടപടികൾ സന്ധ്യയായതോടെ അവസാനിപ്പിച്ചു. സ്ഥലത്ത് വനപാലക സംഘത്തിന്റെ പെട്രോളിംഗ് തുടരും. 4 ആനകളാണ് തോട്ടത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം പനമരത്തിറങ്ങിയ ആനകൾ തന്നെയാണിതെന്നാണ് വനപാലക സംഘത്തിന്റെ നിരീക്ഷണം. മലപ്പുറം പെരിന്തൽമണ്ണ ഡിപ്പോയിൽ KSRTC ഡ്രൈവർക്ക് നേരെ ആക്രമണ ശ്രമം. ഓട്ടോ ഡ്രൈവർ അബ്ദുൾ റഷീദിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ്. ആക്രമിക്കാൻ ശ്രമിച്ചത് പെരിന്തൽമണ്ണ ഡിപ്പോയിലെ ഡ്രൈവർ സുനിലിനെ. സുനിൽ രക്ഷപ്പെട്ടത് ഓട്ടോ ഡ്രൈവറെ പ്രദേശവാസികൾ തടഞ്ഞതോടെ. ആക്രമണത്തിന് കാരണം ബസ് ഡിപ്പോ പരിസരത്ത് ഓട്ടോ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം. പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതായി പോലീസ്. PSC കോഴ ആരോപണത്തിൽ CPIM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകാൻ പ്രമോദ് കോട്ടൂളി. അന്വേഷണ ഏജൻസികൾക്ക് പരാതി നൽകുന്നതിന് നിയമ വിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷമെന്ന് പ്രമോദ്. മന്ത്രി മുഹമ്മദ് റിയാസ് നേതൃത്വത്തിന് നൽകിയ പരാതിയെക്കുറിച്ച് അറിയില്ല. ഭക്ഷണം കൊടുത്ത കൈക്ക് തിരിച്ചു കൊത്തരുതെന്നും പ്രമോദ് കോട്ടൂളി. തിരുവനന്തപുരം പൊഴിയൂരിൽ സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് നെയ്യാറ്റിൻകര കാരോട് കിഡ്സ് വാലി സ്കൂളിലെ ബസ്. സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി VN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. നാളെ രാവിലെ മുതൽ ഭക്തർക്ക് ദർശനമുണ്ടായിരിക്കും. കർക്കിടകം 1 മുതൽ 5 വരെ നട തുറന്ന് പൂജകൾ നടക്കും. 20-ന് രാത്രി ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കും. ദർശനം ലഭിക്കുക വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത തീർത്ഥാടകർക്ക്. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിനായി എറണാകുളം മോട്ടോർ വാഹന വകുപ്പിന്റെ ഫയൽ അദാലത്ത് തീവ്രയജ്ഞം. കെട്ടിക്കിടക്കുന്ന 500ഓളം അപേക്ഷകളിൽ 100ഓളം ഫയലുകൾ ഇതിനോടകം തീർപ്പാക്കി. അദാലത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുക രാവിലെ 11 മണി മുതൽ.
അപേക്ഷകളിൽ വേഗം തീരുമാനം നടപ്പാക്കാനായി സെക്ഷൻ ക്ലർക്കുമാർക്കും അസിസ്റ്റന്റ് മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർക്കും പ്രത്യേക ചുമതല. കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. കാസർഗോഡ് ചിറ്റാരിക്കൽ പാലാവയൽ സ്വദേശി സണ്ണി ജോസഫാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് തൊഴിലാളികൾക്കൊപ്പം വീട്ടുപറമ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കെയാണ് കടന്നലിന്റെ കുത്തേറ്റത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം മറികടന്ന് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. റാന്നി അയിരൂർ മണ്ഡലം പ്രസിഡന്റായി അബിൻ മുഴുവൻശ്ശേരിയെ നിയമിച്ച പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് അവഗണിച്ചത് അബിന്റെ നിയമനം റദ്ദാക്കിയ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം. അബിനൊപ്പം ചുമതലയേറ്റ മറ്റു ഭാരവാഹികളും. കണ്ണൂർ ചിറക്കൽ കൊല്ലർത്തിക്കലിൽ 4 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് കൊല്ലർത്തിക്കൽ സ്വദേശികളായ കെ മഹ്സൂഖ്, എ സാജിദ് എന്നിവർ. ഇരുവരെയും പിടികൂടിയത് എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ കാർ തലകീഴായി മറിഞ്ഞു. അപകടം നടന്നത് ആവോലത്ത്. റോഡിൽ നിന്ന് തെന്നിമാറിയ കാർ റോഡരികിലെ മൺതിട്ടയിലിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. അപകട സമയത്ത് കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാർ തലകീഴായി മറിഞ്ഞെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട ഡ്രൈവർ. KSRTC ബസ്സിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. പിടിയിലായത് കിഴക്കേ കല്ലട സ്വദേശി രൂപേഷ്. വിദ്യാർത്ഥിനിയെ ആക്രമിച്ചത് കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം പോകുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചറിൽ. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ യാത്രക്കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പ്രതിയെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്യും. വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് സുൽത്താൻ ബത്തേരി കല്ലൂരിൽ നടത്തിയ റോഡ് ഉപരോധം വൈൽഡ് വാർഡനുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് അവസാനിപ്പിച്ചു. സമരം പിൻവലിച്ചത് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ രാജുവിന്റെ ചികിത്സാ ചിലവ് പൂർണ്ണമായും വനം വകുപ്പ് വഹിക്കും. പ്രദേശത്തെ വന്യമൃഗശല്യമുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കും. വനാതിർത്തിയിലെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നുമുള്ള ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ. 8 കാരറ്റ് വജ്രത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂപം കൊത്തിയെടുത്ത് കരകൗശല വിദഗ്ധർ. രൂപമുണ്ടാക്കിയത് ഗുജറാത്തിലെ സൂറത്തിലുള്ള വജ്ര നിർമ്മാണ കമ്പനിയായ SKയിലെ ജീവനക്കാർ. രൂപം നിർമ്മിച്ചത് പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചെന്ന് നിർമ്മാതാക്കൾ. തുടക്കത്തിൽ 40 കാരറ്റ് ആയിരുന്ന വജ്രം ആകൃതിയും മിനുസവും വരുത്തി 8 കാരറ്റാക്കി മാറ്റുകയായിരുന്നുവെന്ന് SK കമ്പനി. IAS ട്രെയിനി പൂജ ഖേത്കറിന്റെ മാതാപിതാക്കൾ ഒളിവിൽ. അന്വേഷണം ആരംഭിച്ച പോലീസ്. ഇരുവരും ഒളിവിലെന്നറിയുന്നത് ആയുധം കൈവശം വെച്ചതിലെ കേസിൽ തുടർ നടപടിക്കായി പോലീസ് എത്തവേ. മഹാരാഷ്ട്ര പഞ്ചായത്ത് അധ്യക്ഷയായ മനോരമ ഖേത്കർ ഒരു തർക്കത്തിനിടെ കർഷകന് നേരെ പിസ്റ്റൾ ചൂണ്ടിയ വീഡിയോ പുറത്തു വന്നിരുന്നു. പോലീസ് നടപടി ഇതിനെ തുടർന്ന്. ഖേത്കറിന് പിന്നാലെ വികലാംഗ അവകാശങ്ങൾ ഉന്നയിച്ച് ജോലി നേടിയെന്ന ആരോപണം നേരിട്ട് മുൻ IAS ഉദ്യോഗസ്ഥൻ അഭിഷേക് സിംഗ്. ജോലി ലഭിക്കാൻ പൂജ ഖേത്കർ വ്യാജ വികലാംഗ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചുവെന്ന കേസ് നിലനിൽക്കെയാണിത്. നൃത്ത ജിം വീഡിയോകൾ വൈറലായിരുന്ന ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ വർഷം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പദവി രാജിവെച്ചിരുന്നു. ബഹുദാ യാത്രയ്ക്ക് സമാപനം. വൈകിട്ട് ജനകീയ ബഹുദാ യാത്ര ശ്രീമന്ദിറിലേക്ക് മടങ്ങി. ശ്രീ ജഗന്നാഥ ക്ഷേത്ര ഭരണസമിതി പ്രകാരം എല്ലാ ആചാരങ്ങളും സുഗമമായും അച്ചടക്കത്തോടെയും നടത്താനായി വിപുലമായ ഒരുക്കങ്ങളാണ് അധികൃതർ നടത്തിയിരുന്നത്. 5 ലക്ഷത്തോളം പേർ ചടങ്ങിനായി എത്തിച്ചേർന്നെന്ന് കണക്കുകൾ.
ഡൽഹി സർക്കാർ മലിനീകരണ സർട്ടിഫിക്കറ്റ് നിരക്കുകൾ ഉയർത്തി. മലിനീകരണ നിയന്ത്രണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ ആഹ്വാനം. നിരക്ക് വർധനവ് 5 രൂപയിൽ നിന്ന് 6 രൂപയിലേക്ക്. ഇത് ആകെ നിരക്കിന്റെ 20% വരും. പ്രതിഷേധ മാർഗമായി തലസ്ഥാനത്തെ 400 പെട്രോൾ പമ്പുകളിലെ 600 PUC കേന്ദ്രങ്ങൾ അടച്ചിടും. നടപടി പെട്രോൾ ഡീലർമാരുടെയും പമ്പുടമകളുടെയും നിർദ്ദേശത്തെ തുടർന്ന്. മധ്യപ്രദേശിലെ കമാൽ മൗല പള്ളി ഭോജ്ശാല ക്ഷേത്രം തർക്ക സമുച്ചയത്തിൽ ക്ഷേത്ര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ട്. ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ സർവേയിൽ നിന്ന്. സംസ്കൃത ലിഖിതങ്ങൾ, ക്ഷേത്രത്തിന്റെ തൂണുകൾ, ഹിന്ദു ദൈവങ്ങളുടെ പ്രതിമകൾ, ചിത്രങ്ങൾ എന്നിവ കണ്ടെത്തിയവയിൽ ഉൾപ്പെടുന്നു. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച് പുരാവസ്തു ഗവേഷണ വകുപ്പ്. ഹരിയാനയിലെ സർക്കാർ ആശുപത്രികളിൽ ഇന്ന് 2 മണിക്കൂർ പെൻ ഡൗൺ സമരം നടന്നു. സമരം നടത്തിയത് രാവിലെ 9 മണി മുതൽ 11 മണി വരെ. സമരം സംഘടനയുടെ ആവശ്യങ്ങളോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച്. സമരം നടന്നത് സംസ്ഥാന സിവിൽ മെഡിക്കൽ സർവീസ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ. പൂനെ വിമാനത്താവളത്തിൽ പുതിയ ടെർമിനൽ സജ്ജം. എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ പുതിയ ടെർമിനലിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ചു. യാത്രക്കാർക്ക് മികച്ച സൗകര്യമൊരുക്കാനാകുമെന്ന് അധികൃതർ. പൂനെയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിലെ ആദ്യ യാത്രക്കാരന് ബോർഡിംഗ് പാസ് കൈമാറി പൂനെ MP-യും സിവിൽ ഏവിയേഷൻ സഹമന്ത്രിയുമായ മുരളീധർ മോഹൻ. നേപ്പാളിലെ ഇരട്ട ബസ് ദുരന്തത്തിൽ 5 മരണം. മരിച്ചവരിൽ 3 ഇന്ത്യക്കാരും. 2 ബസ്സിലുമായി അപകടത്തിൽപ്പെട്ടത് 54 യാത്രക്കാർ. ബിർഗഞ്ചിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോവുകയായിരുന്ന ബസ്സും കാഠ്മണ്ഡുവിൽ നിന്ന് ഗൗറിലേക്ക് പോവുകയായിരുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. നാസിക് മുംബൈ ഹൈവേയിൽ കണ്ടെയ്നർ വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച് 13 പേർക്ക് പരിക്ക്. കൂട്ടിയിടിയെ തുടർന്ന് റോഡിൽ തകർന്നത് 6ഓളം കാറുകൾ. അപകടം വലിയ ഗതാഗതക്കുരുക്കിന് കാരണമായി. മഴക്കാലത്ത് വെള്ളച്ചാട്ടം കാണാൻ വിനോദസഞ്ചാരികൾ ഹൈവേയിൽ കാർ പാർക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമെന്ന റിപ്പോർട്ടുകൾ. പവർ TV സംപ്രേഷണ വിലക്കിന് എതിരായ ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി. കോടതി ഹർജി പരിഗണിക്കുക ജൂലൈ 22-ന്. കഴിഞ്ഞ 3 വർഷമായി ലൈസൻസ് പുതുക്കാത്തതിന്റെ പേരിൽ കേന്ദ്രം സംപ്രേഷണം തടഞ്ഞ ചാനലുകളുടെ കണക്ക് തേടി സുപ്രീം കോടതി. വിവരങ്ങൾ സമർപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ വിവാഹമോചന ഹർജിയിൽ ഭാര്യ പായൽ അബ്ദുള്ളയ്ക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ഹർജിയിൽ 6 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് സുപ്രീം കോടതി. 15 വർഷമായി വേർപിരിഞ്ഞ് താമസിക്കുന്നെന്നും ഭാര്യയുടെ ക്രൂരത ചൂണ്ടിക്കാട്ടിയും വിവാഹമോചനത്തിന് നൽകിയ അപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. നടപടി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി. പശ്ചിമ ബംഗാൾ തീരത്ത് വലകളിൽ കുടുങ്ങിയ ഒലീവ് റിഡ്ലി കടലാമകളെ രക്ഷിച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ കമലാദേവി. വംശനാശ ഭീഷണി നേരിടുന്ന ഇനമാണ് ഒലീവ് റിഡ്ലി കടലാമകൾ. ബംഗാൾ ഉൾക്കടലിൽ പതിവ് പെട്രോളിംഗ് നടത്തുമ്പോഴാണ് വലയിൽ കുടുങ്ങിയ കടലാമകളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ജീവനക്കാർ രക്ഷിച്ചത്. ഋഷികേശിൽ കടയിലേക്ക് കയറി കൊമ്പ് കോർത്ത് 2 കാളകൾ. ആക്രമണത്തിൽ അകപ്പെട്ട 2 സ്ത്രീകൾ. കടയിലേക്ക് ഇടിച്ചു കയറിയ കാളകൾ പരസ്പരം ആക്രമിക്കുന്നതിനിടെ സ്ത്രീകൾക്ക് നേരെ തിരിഞ്ഞെങ്കിലും കടയിലെ സാധന സാമഗ്രികൾക്കിടയിൽ അകപ്പെട്ട് പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. ഋഷികേശിലെ രാംജൂല മേഖലയിലാണ് സംഭവം.
പൂവാലി എല്ലമലയിൽ വനം വകുപ്പ് ജീവനക്കാരുടെ വാഹനത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം. നൈറ്റ് പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് വാഹനത്തിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. മണിക്കൂറിനുള്ളിൽ 11 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കി മധ്യപ്രദേശിലെ ഇൻഡോർ. ഗിന്നസ് ബുക്കിൽ നിന്ന് ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമെന്ന ഖ്യാതിക്ക് പിന്നാലെ ഇത്തരമൊരു ചരിത്രം സൃഷ്ടിച്ചതിന് ഇൻഡോറിലെ ജനങ്ങൾക്ക് അഭിനന്ദനങ്ങളും നന്ദിയും പറഞ്ഞ് മോഹൻ യാദവ്. ലോക നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10 കോടിയിലധികം ഫോളോവേഴ്സാണ് എക്സിൽ നരേന്ദ്രമോദിക്കുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 30 ദശലക്ഷം ഉപഭോക്താക്കളാണ് മോദിയെ പിന്തുടർന്നത്. 10 കോടി എന്ന നാഴികക്കല്ല് പിന്നിട്ടതിൽ സന്തോഷമെന്ന് മോദി എക്സിൽ. തെഹ്രിക് ഇ ഇൻസാഫ് നിരോധിക്കാൻ നീക്കം. ഷഹബാസ് ഷെരീഫ് സർക്കാരിന്റെ നടപടി ദേശദ്രോഹമടക്കമുള്ള കുറ്റം ചുമത്തി. നീക്കം തെഹ്രിക് ഇ ഇൻസാഫ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയതിന് പിന്നാലെ. പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകൻ വെടിയേറ്റു മരിച്ചു. വെടിയുതിർത്തവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കൊല്ലപ്പെട്ടത് പ്രാദേശിക മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമപ്രവർത്തകനായ ഹസൻ സൈബ്. ബൈക്കിലെത്തിയ സംഘം ഹസനെതിരെ വെടിയുതിർക്കുകയായിരുന്നു. കുറ്റവാളികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമെന്ന് ഖൈബർ പഖ്തുൺവ പോലീസ്. പാകിസ്ഥാൻ തെഹ്രീക് ഇ ഇൻസാഫ് പ്രവർത്തക സനം ജാവേദിനെ മോചനത്തിന് ശേഷം വീണ്ടും അറസ്റ്റ് ചെയ്തു. FIA-യുടെ കേസിൽ മോചിതയായതിന് പിന്നാലെയാണ് ഞായറാഴ്ച ഇസ്ലാമാബാദ് പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തത്. വീണ്ടും തടങ്കലിൽ വയ്ക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ആരെയും കാണാനും സനം ജാവേദിനെ അനുവദിക്കാതെ ഇസ്ലാമാബാദ് പോലീസ്. നേപ്പാൾ പ്രധാനമന്ത്രിയായി KP ശർമ്മ ഒലി സത്യപ്രതിജ്ഞ ചെയ്തു. ഒലി പ്രധാനമന്ത്രിയാവുന്നത് ഇത് 3ാം തവണ. വിശ്വാസ വോട്ടെടുപ്പിനെ തുടർന്ന് പുഷ്പകമൽ ദഹൽ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് KP ശർമ്മ ഒലിയെ നേപ്പാൾ പ്രസിഡന്റ് പുതിയ പ്രധാനമന്ത്രിയായി നിയമിച്ചത്. ഇന്ത്യൻ ആർമിയും റോയൽ തായ്ലൻഡ് ആർമിയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം മൈത്രി 2024 ഇന്ന് സമാപിച്ചു. 13ാമത് സൈനികാഭ്യാസമാണ് തായ്ലൻഡിലെ തക് പ്രവിശ്യയിൽ സമാപിച്ചത്. സൈനികാഭ്യാസത്തിലുടനീളം ഇരു സേനകളും പ്രകടിപ്പിച്ച സമർപ്പണത്തെയും വൈദഗ്ധ്യത്തെയും തായ്ലൻഡ് ആർമി മേജർ ജനറൽ നരോൺഗ്രിത് പനിക്കബുത്തർ അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിച്ചതായി ഇന്ത്യൻ സൈന്യം. താപനിലയിൽ വൻ വർധനവുണ്ടായതോടെ കുവൈറ്റിൽ വൈദ്യുതി ഉപയോഗം റെക്കോർഡ് നിലയിൽ. ഇലക്ട്രിസിറ്റി ലോഡ് സൂചിക ശനിയാഴ്ച ഉച്ചയോടെ 17,360 മെഗാവാട്ടിലെത്തി. ഇത് 2023 ഓഗസ്റ്റിൽ രേഖപ്പെടുത്തിയ 16,800 മെഗാവാട്ടിനേക്കാൾ 560 മെഗാവാട്ട് കൂടുതൽ.
വൈദ്യുതി ഉപയോഗം കൂടിയത് താപനില 49 ഡിഗ്രി വരെ ഉയർന്നതിനെ തുടർന്ന്. സഭയിൽ അഴിച്ചുപണി. ദുബായ് കിരീടാവകാശിയെ UAE പ്രതിരോധ മന്ത്രിയായി നിയമിച്ചു. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് തന്റെ മകനായ ഷെയ്ഖ് ഹംദാനെ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചതായി പ്രഖ്യാപിച്ചത്. ഷെയ്ഖ് ഹംദാൻ 2008 മുതൽ ദുബായ് കിരീടാവകാശി പദവി അലങ്കരിച്ചിരുന്നു. സംരംഭക വകുപ്പിൽ സഹമന്ത്രിയായി ആലിയ അബ്ദുള്ള അൽ മസ്റൂയിയും സാറ അൽ അമിരി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ചൂട് വരും ദിവസങ്ങളിലും ഉയരും. പകൽ പുറത്തിറങ്ങിയുള്ള നടത്തം പരമാവധി ഒഴിവാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. പൊടിക്കാറ്റ് കാരണമുണ്ടാകുന്ന അസുഖങ്ങൾ തടയാൻ മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശം. സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും നിരക്ക് വർധന. പ്ലാറ്റ്ഫോം ഫീസ് ഒരു ഓർഡറിന് 5 രൂപയിൽ നിന്ന് 6 രൂപയായി ഉയർത്തി. ഇതോടെ നിരക്ക് വർധനവ് 20% ഉയർന്ന സേവന നിരക്ക് രാജ്യവ്യാപകമായി മറ്റു നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കും. ഇതിലൂടെ കമ്പനികൾ ലക്ഷ്യമിടുന്നത് പ്രതിദിനം 1.25 മുതൽ 1.5 കോടി രൂപ അധിക വരുമാനം. നിർമ്മിച്ച ആദ്യ അബ്ര പുറത്തിറക്കി ദുബായ്. ഇലക്ട്രിക് ബോട്ടുകൾക്ക് ഒരേ സമയം 20 യാത്രക്കാരുമായി യാത്ര ചെയ്യാനും ഓപ്പറേഷൻ മെയിന്റനൻസ് ചിലവുകൾ 30% കുറയ്ക്കാനും കഴിയും. ട്രയൽ റൺ നടത്തുന്നത് ബോട്ടിന്റെ പ്രവർത്തനം നിരീക്ഷിക്കുന്ന റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. 11 മീറ്റർ നീളവും 3.1 മീറ്റർ വീതിയുമുള്ള ബോട്ട് പ്രവർത്തിക്കുന്നത് 2 10 കിലോവാട്ട് മോട്ടോറുകളും ലിഥിയം ബാറ്ററികളും ഉപയോഗിച്ച്. കമ്പനിയായ ആൽഫാബെറ്റ. $23 ബില്യൺ സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ടപ്പ് വിസ് വാങ്ങാൻ ചർച്ച. ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി അതിവേഗം വളരുന്ന സ്റ്റാർട്ടപ്പ് മിഷനിൽ ഒന്ന്. എക്സിൽ ഡിസ്ലൈക്ക് ബട്ടൺ അവതരിപ്പിച്ചേക്കുമെന്ന് എലോൺ മസ്ക്. യൂട്യൂബിന് സമാനമായ ഡിസ്ലൈക്ക് ബട്ടൺ ആയേക്കുമെന്നാണ് സൂചന. എക്സിലെ പോസ്റ്റുകളോടും കമന്റുകളോടുമുള്ള എതിർപ്പും ഇഷ്ടക്കേടുകളും അറിയിക്കാൻ ഉപഭോക്താക്കൾക്ക് ആകും. മസ്ക് ഏറ്റെടുത്ത ശേഷം എക്സിൽ നിരവധി മാറ്റങ്ങൾ ഇതിനോടകം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഡിസ്ലൈക്ക് ഫീച്ചർ മാത്രം എത്തിയിരുന്നില്ല. വായ്പാ പലിശ കൂട്ടി SBI. നിശ്ചിത കാലാവധിയിലുള്ള വായ്പകളുടെ പലിശ നിരക്ക് 10 ബേസിസ് പോയിന്റ് കണ്ടാണ് വർദ്ധിപ്പിച്ചത്. വർദ്ധിപ്പിച്ച നിരക്ക് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. മറ്റു ബാങ്കുകളും ഉടൻ തന്നെ വായ്പകൾക്ക് പലിശ കൂട്ടും. വാഹന, വ്യക്തിഗത വായ്പകളുടെയും മറ്റും മാസത്തവണ തിരിച്ചടവ് തുക ഉയരാൻ വഴിവെക്കുന്നതാണ് പുതിയ തീരുമാനം. മറിമായം താരങ്ങളായ മണികണ്ഠൻ പട്ടാമ്പി, സലിം ഹസൻ എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം പഞ്ചായത്ത് ജെട്ടിയുടെ
ഒഫീഷ്യൽ ടീസർ പുറത്ത്. ജൂലൈ 26-ന് ചിത്രം പ്രദർശനത്തിനെത്തും. വേഷമിടുന്നത് മണികണ്ഠൻ പട്ടാമ്പി, സലീം ഹസൻ, നിയാസ് ബക്കർ തുടങ്ങി 50-ലധികം അഭിനേതാക്കൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് കൃഷ് കൈമൾ. സന്തോഷ് വർമ്മ എഴുതിയ വരികൾക്ക് സംഗീതം പകർന്നത് രഞ്ജൻ രാജ്. ദിലീപ് നായകനാകുന്ന ബബ്ബബ് ഭായിയുടെ ചിത്രീകരണം ആരംഭിച്ചു. ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും. ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ ചിത്രം സംവിധാനം ചെയ്യുന്നത് ധരഞ്ജയ് ശങ്കർ. കന്നഡ നടൻ രക്ഷിത് ഷെട്ടി അടുത്തിടെ നിർമ്മിച്ച സിനിമയിൽ പഴയ സിനിമകളിലെ ഗാനങ്ങൾ ഉപയോഗിച്ചതിനെ തുടർന്ന് പകർപ്പവകാശ ലംഘനം ആരോപിച്ച് ബംഗളൂരു പോലീസ് കേസെടുത്തു. പോലീസ് ഷെട്ടിക്കും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൌസായ പരമ്പ സ്റ്റുഡിയോയ്ക്കുമെതിരെയാണ് കേസെടുത്തത്. അടുത്തിടെ പുറത്തിറങ്ങിയ ബാച്ചിലർ പാർട്ടി എന്ന ചിത്രത്തിൽ പഴയ സിനിമകളിലെ ഗാനങ്ങൾ പകർപ്പവകാശമില്ലാതെ ഉപയോഗിച്ചതിനാണ് കേസ്. ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ ഭാര്യ സ്മൃതി സിംഗിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് തന്റെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ പരാതിയുമായി നടിയും മോഡലുമായ രേഷ്മ സെബാസ്റ്റ്യൻ. തന്റെ പേരുപയോഗിച്ച് സ്മൃതി സിംഗിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രേഷ്മ. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം. രസകരമായ പോസ്റ്ററുമായി വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന മീര ജാസ്മിന്റെ ചിത്രം പാലും പഴവും. നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായ പനോരമ മ്യൂസിക് ആദ്യമായി മലയാളത്തിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്ക്. പനോരമ മ്യൂസിക്കിന്റെ മലയാള സിനിമയിലേക്കുള്ള ചുവടുവയ്പ് ബോളിവുഡിൽ ഹിറ്റായ റൺവേ 34, ദൃശ്യം 2, ഷെയ്ത്താൻ, ട്രൈഡ് പീരീഡ്, ബ്ലാക്ക് ഔട്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ ചിത്രം ബ്രൊമാൻസ് ഒരുങ്ങുന്നു. സിനിമയുടെ പൂജയും ചിത്രീകരണവും ഇന്ന് നടന്നു. ജോആൻ ജോ, 18+ എന്നീ സിനിമകൾക്ക് ശേഷം അരുൺ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രൊമാൻസ്. അർജുൻ അശോകൻ, മാത്യു തോമസ്, ശ്യാം മോഹൻ, സംഗീത് പ്രതാപ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്.